ഞാൻ പാണനല്ല പുലയനല്ല, നീ തമ്പരാനുമല്ല, നീ ആണെങ്കിൽ എനിക്കൊരു ഇപ്പോഴത്തെ ഒരു പാട്ട് നിങ്ങൾ എടുത്തു നോക്കും. കൊച്ചി ചായ കെട്ടിയാൽ പോലും കിറുക്കന്മാർക്ക് തന്നെ കിട്ടൂല. എല്ലാം ഒരു വയലന്റ് സ്റ്റേജും ഒരു മാസ് അങ്ങനെ സ്ഥലം, ഒരു മാസ് അങ്ങനെ സ്ഥലം. പണ്ടത്തെ പാട്ടുകൾ വളരെ ലവ്. അല്ല സാർ ഇതൊന്നും അറിഞ്ഞില്ല. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. என் பேரு வேடன், ஒரு ஹிப்ஹாப் ஆர்டிஸ்ட். സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ശ്രീലങ്കയിൽ നിന്നും നീലഗിരിയിലേക്ക് ചേക്കേറപ്പെട്ട ഒരു അമ്മയുടെ മകൻ പിന്നീട് പണിയെടുക്കുന്ന കൈകളിലെത്തിയ പേനയെ ഉയിരും ഉശിരും നൽകിയ ഒരു പടവാളാക്കി മാറ്റിയ കഥയുണ്ട്. ഭൂമിയിൽ കാൽ തൊട്ട നാൾ മുതൽ കണ്ടും കേട്ടും കൊണ്ടും വളർന്ന ജാതിമത വർണ്ണ ചിന്തകൾക്കെതിരെ വാതുറന്നപ്പോൾ ലോകം അതിനെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമെന്ന് വിളിച്ചു. ഒരിക്കലും മീഡിയ ഇന്ത്യനെ കുറിച്ച് കേരളത്തെ കുറിച്ച് കാണിക്കുമ്പോൾ ഒരിക്കലും കാണിക്കാത്ത ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. തൃശൂരിലെ സ്വപ്നഭൂമിക്കടുത്ത് ജനിച്ചു വളർന്ന ഒരു കുഞ്ഞുബാലൻ തന്റെ അച്ഛന്റെ നാടൻ പാട്ടുകളിൽ നിന്നും കൂടുതൽ സംഗീതത്തിലേക്ക് അടുത്തു. ഇത് ഭയങ്കര വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. വേടൻ വെറും ഒരു റാപ്പറല്ല, തീയാണ് തീ. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? കേരള വേടൻ മുമ്പ് പിടിച്ചു കൊണ്ടാത്ത അവൻ റാപ്പറല്ലടാ, അവൻ പോയറ്റാ. അവൻ എഴുതുന്ന കവിതകൾ എഴുതിക്കൊണ്ടിരിക്കും. വേടന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഓർഗാനിക്കാ ഉള്ളു. വേടൻ നല്ലൊരു സൗമ്യനായിട്ടുള്ളൊരു ചെക്കൻ. രാഷ്ട്രീയം പറയരുത് പറയരുതെന്ന് പറയണോടത്ത് നമ്മൾ പാടിക്കൊണ്ടേയിരിക്കണം. വേടൻ അദ്ദേഹത്തിന്റെ സംഗീതം മാത്രമല്ലല്ലോ, നല്ല പോയറ്റാണ് അദ്ദേഹം, നല്ല കവിതകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ വിപ്ലവത്തിന്റെ രാഷ്ട്രീയമാണ് വേടൻ തന്റെ കലയിൽ കൂടി പ്രകടിപ്പിക്കുന്നത്. വാളിനേക്കാൾ മൂർച്ച വരികൾക്കും വാക്കുകൾക്കും ഉണ്ടെന്ന് ഓരോ തവണയും അയാൾ തെളിയിച്ചു. നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറയുന്ന ഒരാള് പെട്ടെന്ന് നിശബ്ദനായി പോയതുപോലെ തോന്നിയോ? വേടൻ പറയുന്ന രാഷ്ട്രീയം കേരളത്തിന്റെ രാഷ്ട്രീയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാകട്ടോ? ഇല്ല, ഞാൻ നിശബ്ദനൊന്നുമില്ല. എന്നെ അങ്ങനെ നിശബ്ദനാക്കാനൊന്നും പറ്റുന്നില്ല. ഞാനൊന്ന് വീണു, കേറിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാര് മുഴുവനും എതിരെയെങ്കിലും പാട്ടുകൊണ്ട് ഞാൻ പോരു നടന്നു. ലഹരി ഉപേക്ഷിക്കുമെന്ന വേടന്റെ വാക്കിനെ തൽക്കാലം നമുക്ക് വിശ്വസിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ നല്ല വാക്കുകൾ. അടിച്ചമർത്തപ്പെട്ടവന്റെ അന്തസ്സിന് പ്രതിരോധം തീർത്ത് അയാൾ ആയിരങ്ങളെ ആകർഷിച്ചു. വളരെ താഴെ കിടന്നിരുന്ന ഒരുത്തൻ പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു വന്നാൽ അവനിപ്പോ താഴെ വീഴുന്ന കാണാൻ കാത്തിരിക്കും ആൾക്കാർ.